ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ടീച്ചേഴ്സ് കഫേ എന്ന എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ഈ ചാനൽ. എൻ്റെ ആദ്യത്തെ ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വൻ വിജയമാക്കി തന്നതുപോലെ ഈ ചാനലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോഫി ബീൻ കുക്കീസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാട്ടോ ഇത്. ഒരു പ്ലേറ്റിൽ 1 കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം അത് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറും 1 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 1/4 കപ്പ് ഓയിലും ചേർന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ മിക്സ് ചെയ്യുക. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഉപയോഗിക്കാം, അതുകൊണ്ടാണ് ഞാൻ ഇത് എളുപ്പമാണെന്ന് പറഞ്ഞത്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതെല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ആവണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കോഫി മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോഫി മിക്സ്ചർ ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു കളറ് ആ കുക്കീസിന് കിട്ടുന്നത്. സോ അത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മൈദയുടെ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കേക്കിൻ്റെ പോലെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കില്ല ഇത്. കുറച്ച് ടഫായിരിക്കും, കുറച്ച് കട്ടിയായിരിക്കും. കുക്കീസ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിൽ വെള്ളം ഉപ്പ് ഒന്നും ഇടണ്ട, നേരിട്ട് അടച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയെടുത്ത ശേഷം നമ്മളിത് ഓരോ ബോൾസ് ഉണ്ടാക്കും. ഓരോ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഈ ബോൾസ് അതിൽ വെച്ചിട്ട് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമുക്ക് ബോൾസ് ഉണ്ടാക്കാനുള്ളതാണ്. ഇപ്പോൾ ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതും കൊണ്ട് നമുക്ക് ഓരോ ബോൾസ് ഉണ്ടാക്കാം. നമ്മുടെ കോഫി ബീൻ ഉണ്ടാക്കാനുള്ള ഓരോ ബോൾസും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. കൈ കൊണ്ട് ഷേപ്പ് ചെയ്താൽ മതി. കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഓരോന്നായിട്ട് ഓരോരോ ബോൾസ് ഉണ്ടാക്കി ഒരു ട്രേയിലേക്ക് മാറ്റി വയ്ക്കുക. ട്രേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം, ഒരു ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചിട്ട് അതിലേക്ക് എല്ലാം മാറ്റി വയ്ക്കുക. ഇനി ഇതിൽ നമ്മൾ ആ ലൈൻ കൊടുക്കണം. അത് കത്തി വെച്ചോ സ്പൂൺ വെച്ചോ ഏതായാലും കുഴപ്പമില്ല. ഇതിൻ്റെ നടുക്ക് കൂടെ പയ്യെ ഒന്ന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്ത് ഓരോ ലൈനും ഉണ്ടാക്കുക. ഓരോ ബോൾസിലും ലൈൻസ് വയ്ക്കുക. അപ്പോഴാണ് ആ കോഫി ബീൻ്റെ ആ ഒരു ലുക്ക് ഇതിന് വരുള്ളൂ. ഓരോ ലൈനും ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത ഒരു ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡിയാവും. നമ്മുടെ കുക്കീസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു ലുക്കാണ്. നമ്മൾ ഒരുപാട് കുക്കീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു പ്രത്യേക ലുക്കായതുകൊണ്ട് തന്നെ എല്ലാവരും നമുക്ക് അട്രാക്റ്റ് ചെയ്യാം. വീട്ടിൽ വരുന്നവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളും പറയാം. താങ്ക്